ഹായ് ഹലോ, അർഷയാണ് അബുദാബിയിൽ നിന്ന്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കക്കുരു മാങ്ങാക്കറിയാണ് കേട്ടോ. എൻ്റെ കൂടെ ഞാൻ ഉണക്കമീനും കോവയ്ക്കയും പയറും മെഴുക്കുവരട്ടി കൂടിയാണ് കോംബോ ആയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കോല്. ഇതാദ്യം തന്നെ നമുക്കൊരു കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെച്ച് ഈ സാധനങ്ങളെല്ലാം ചേർത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ച് കഴിയുമ്പത്തേന് ഇത് വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് ഇനി അരപ്പിനാവശ്യമായ സാധനങ്ങൾ: നാളികേരം, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ജീരകം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാട്ടോ. ഇത് നമ്മുടെ ചക്കക്കുരും മാങ്ങയും വെന്ത് കഴിയുമ്പോഴത്തേനും മുരിങ്ങാക്കോല് മാറ്റി വെക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ചക്കക്കുരും മാങ്ങയും കൂടി വെന്തത് നല്ല പോലെ ഉടച്ചെടുക്കുക. എനിക്കിങ്ങനെ ഉടഞ്ഞ് കുറച്ച് കുഴപ്പോട് കൂടി ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അല്ല, ഇനി കഷ്ണങ്ങളായി ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ വെന്ത് വന്നതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത് ഇതിലേക്ക് നമ്മുടെ മുരിങ്ങാക്കോലും കൂടി ചേർക്കണം. ഇനി മുരിങ്ങാക്കോലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ മിക്സിയിൽ ആ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ചെടുത്ത അരപ്പ് ഈ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കഴിയുക. ഇത് ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു താളിപ്പ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ താളിച്ചിടുന്നതാണ് കേട്ടോ. ഒരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക. അതിലേക്ക് ആവശ്യത്തിന് കുഞ്ഞുള്ളി അരിഞ്ഞ് ചേർക്കുക. കുഞ്ഞുള്ളി ഒന്ന് നന്നായി മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് പത്തലമുളക് ചേർക്കണം. ഇങ്ങനെ താളിച്ച് വരുന്നതിൻ്റെ ഒരു മണം പ്രത്യേക മണമാണ് കേട്ടോ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊതി തോന്നുന്നൊരു മണം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. ഇങ്ങനെ നന്നായി നന്നായി മൂത്ത് വരുമ്പോഴത്തേനും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർക്കണം. ഈ താളിപ്പ് കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡിയായി. ഈസി ആയിട്ടൊരു ചക്കക്കുരു മാങ്ങാക്കറി നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ വേവുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇതിനൊരു ചെറിയ പുളിയും ആ ഒരു ടേസ്റ്റ് നമുക്ക് ഉണക്കമീൻ്റെ കൂടെ ചോറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കോംബോ ആയിട്ട് എടുത്തുള്ളത് ഉണക്കമീനും അതേപോലെ കോവയ്ക്കയും പയറും കൂടിയിട്ട് സവോളയും പച്ചമുളകും കൂടിയിട്ട് ഒരു മെഴുക്കുവരട്ടിയും കൂടിയിട്ടാണ്. നാട്ടിലൊക്കെ ചക്കക്കാലമായി, ഇഷ്ടംപോലെ ചക്കക്കുരും ചക്കയും കിട്ടുന്ന ഒരു ടൈമാണ്. ഞാനിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്കക്കുരും ചക്കയൊക്കെ കാശ് കൊടുത്ത് വാങ്ങണ ഒരു ഇതാണ്. അബുദാബിയിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ ലുലുവിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഫെസ്റ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചക്കക്കുരു ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.